ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓണത്തിന് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പൂക്കളത്തിൻ്റെ ഡിസൈനാണ്. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എത്ര വലിപ്പമുള്ള പൂക്കളാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു വലിപ്പത്തിലുള്ള സർക്കിൾ വരച്ചെടുക്കുക. അതിനുശേഷം അതിന് മിഡിലായിട്ട് വരുന്ന രീതിയിൽ ഒരു സർക്കിളും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് 3 സർക്കിളാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 3 സർക്കിളും ഗ്യാപ്പ് ഒരേ രീതിയിലായിരിക്കണം ഇതിൻ്റെ ഗ്യാപ്പുകൾ വരുന്നത്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ച് വരച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ അതിൻ്റെ സെൻറ്ററിലൂടെ 2 ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ 2 ലൈനിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഓരോ ലൈനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം 4 ലൈൻസാണ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ സർക്കിൾ ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ വി ഷേപ്പിൽ ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ലൈനിനെ സെൻറ്റർ ആക്കിയിട്ട് മറ്റ് 2 ലൈനിൻ്റെ കോർണറിൽ നിന്ന് നമ്മൾ ആ ഒരു ലൈനിലേക്ക് വി ഷേപ്പിൽ ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചുറ്റും നമ്മൾ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ അത് സെൻറ്റർ ആക്കിയിട്ട് ഇതുപോലെ 2 കോർണറിൽ നിന്നും ആ ഒരു ലൈനിലേക്ക് ഇതേപോലെ വി ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വരക്കാൻ അറിയാത്തവർക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഈ ഒരു ഡിസൈനിൽ നമ്മൾ എല്ലാ ഡിസൈനും ഒരുപോലെ തന്നെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അല്ലാണ്ട് ഓരോ ഡിസൈനും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊന്നുമല്ല, സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഉള്ളിലുള്ള ആ സർക്കിളിലും നമ്മൾ ഇതേപോലെ തന്നെ വി ഷേപ്പ് ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സെൻറ്ററിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഒരു സെൻറ്റർ പോയിൻറ്റുമായിട്ട് യോജിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും വി ഷേപ്പ് വരച്ചതിന് ശേഷം സെൻറ്ററിലേക്ക് യോജിപ്പിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു സർക്കിളിൻ്റെ ആ ഒരു ഭാഗമാണ് എടുക്കുന്നത്. അത് ഇതുപോലെ നമ്മൾ 2 ലൈനിൻ്റെ ഉള്ളിൽ ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റേ ലൈനിൻ്റെ ഏറ്റവും താഴെയുള്ള പോയിൻറ്റിലേക്കാണ് നമ്മളിങ്ങനെ ചിരിച്ച് ഡ്രോ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഔട്ട്ലൈന് കളർ കൊടുത്തിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉള്ളിൽ ഏതൊക്കെ കളേഴ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ കളേഴ്സൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമ്മൾ സ്കെച്ച് വെച്ചിട്ടൊന്ന് കളർ കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൂക്കളെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്